മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് 2024 പബ്ലിക് എക്സാമിനേഷനിൽ ലാബ് 34 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ, അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദമായിട്ടുള്ള ആൻസറുമാണ്. ഇതായിരുന്നു ചോദ്യപേപ്പർ. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ABCD 4 സബ് ഡിവിഷൻസിലായിട്ട് 2 മാർക്ക് വീതം ആകെ 8 മാർക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ആപ്ലെറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ആപ്ലെറ്റ് നിർമ്മിക്കാൻ നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. ആപ്ലെറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നൽകും. എന്താണോ നമുക്ക് നൽകിയിട്ടുള്ള ഡയറക്ഷൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആപ്ലെറ്റ് നിർമ്മിച്ചാൽ മാത്രം മതി, അല്ലേ? അത് നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x is equal to 2x square minus 1. 2x square minus 1 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കേണ്ടത് ഇൻപുട്ട് ബാറിലാണ് കമാൻഡ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് ബാറിൽ ഞാൻ 2x സ്ക്വയർ മൈനസ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപ്സ് ലോക്ക് ഓഫ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് കിട്ടുകയില്ല. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2x square minus 1 എന്നുള്ള പരാബോള ലഭിക്കുന്നു. യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് a equal to integral f1 to find area bounded by the curve y equal f of x axis between x equal 1 and x equal 2. a equal to integral f1 to എന്നുള്ള കമാൻഡ് കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻപുട്ട് ബാറിൽ ഇൻ്റഗ്രൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ 3rd ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ എന്നുള്ള ഭാഗം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എഫ്. ഓക്കെ, എന്നിട്ട് റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് വാല്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അവിടെ 1 എന്ന് കൊടുക്കുന്നു. വീണ്ടും റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. എക്സ് വാല്യൂ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവിടെ 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എ ഈക്വൽ ടു എന്ന് കൊടുക്കണമെന്നില്ല. ഡീഫോൾട്ടായിട്ട് ഫസ്റ്റ് നെയിം എ തന്നെ ആയിരിക്കും. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എ ഈക്വൽ ടു 3.6667 എന്ന് കിട്ടുന്നു. 3 സാധാരണഗതിയിൽ ഡീഫോൾട്ടായിട്ട് ഡെസിമൽ പോയിന്റ് 2 ഡെസിമൽ പോയിൻ്റാണ് കിട്ടുക. അത് 3 ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ്ങിൽ 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ശരി. അപ്പം ഈ കർവിൽ 2x square minus 1 എന്നുള്ള കർവിൽ 1 മുതൽ 2 വരെ എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3.667 ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി വേണ്ടത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി ഫംഗ്ഷൻ എഫ്. എന്തിനായിരിക്കും ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്? ഫംഗ്ഷന് അടുത്ത ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി, അല്ലേ? അടുത്ത ചോദ്യങ്ങളിൽ ഈ ഫംഗ്ഷൻ മാറ്റി 2x square minus 1 എന്നുള്ള ഫംഗ്ഷൻ മാറ്റി വേറെ ഫംഗ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഞാൻ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട് ബോക്സിന് നമുക്കൊരു പേര് കൊടുക്കണം, അല്ലേ? എന്താ കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഫംഗ്ഷൻ ആണല്ലോ. ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യ ഫംഗ്ഷനാണ്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുത്തു. ആരുമായിട്ട് ലിങ്ക് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷനുമായിട്ട് 2x square minus 1 ആയിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ. വി ക്യാൻ എഡിറ്റ് ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ റീജിയൻ എ. ഈ ഒരു റീജിയനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നതും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഇവിടെ പൂർണ്ണമാകുകയാണ്. അത് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം, അല്ലേ? എങ്ങനെ എഴുതി വെക്കും? ആപ്ലെറ്റ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതാം. കൂടെ ഏരിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏരിയ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. ഏരിയ ഓഫ് ദി ബൗണ്ടഡ് റീജിയൻ ഈക്വൽ ടു 3.667 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടിൻ്റെ ആൻസർ ഇവിടെ അവസാനിക്കുന്നു. ഇനി ബി പാർട്ടിലേക്ക് നമ്മൾ പതുക്കെ മൂവ് ചെയ്യുകയാണ്. Using the above applet, find the area of the region bounded by the curves.
ഓക്കെ, മുകളിലുള്ള ആപ്ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ എ പാർട്ടിൽ ഉണ്ടാക്കിയ ആപ്ലെറ്റ് ഉപയോഗിച്ചാണ് ബി സി ഡി എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ആപ്ലെറ്റ് കൃത്യമായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. y² = 3x - 1 എന്നുള്ള ഫംഗ്ഷനിൽ എക്സ് ഈക്വൽ ടു എന്നുള്ള കർവിൽ x = 1 മുതൽ x = 4 വരെ എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗത്തിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് y² = 3x - 1 ആണ് അല്ലേ. തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് y² = 3x - 1 ആണ്. നമ്മൾ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കൊടുക്കുക ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. f(x) എന്ന് പറഞ്ഞ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫംഗ്ഷനാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഏത് ഫംഗ്ഷനാണ് ടൈപ്പ് ചെയ്യേണ്ടത്? y = f(x) എന്നുള്ള രൂപത്തിലുള്ള ഫംഗ്ഷനാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ y² = 3x - 1 എന്ന് പറയുന്നത് y = എന്നുള്ള രൂപത്തിലല്ലല്ലോ, y = f(x) എന്നുള്ള രൂപത്തിലല്ലല്ലോ, x ഉള്ള ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? y² = 3x - 1ൽ നിന്ന് y കണ്ടുപിടിക്കണം. ഓക്കെ, y = f(x) ആയാൽ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടുകയുള്ളൂ. y² = 3x - 1 എന്ന് y കണ്ടുപിടിക്കണം. ആരാ മക്കളെ? y = രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്താൽ പോലെ y = √3x - 1. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കൊടുക്കേണ്ടത് y = √3x - 1 എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യുകയാണെങ്കിലോ y² = 2x + 3 ആണെങ്കിലോ യെസ് y = √2x + 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ y² = 5x + 2 ആണ്. പറഞ്ഞോളൂ, y = √5x + 2 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ജിയോജിബ്ര വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ. ഓക്കെ, ശരി, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആപ്ലെറ്റ് നമ്മൾ ഒന്നുകൂടി എടുക്കുന്നു. എന്നിട്ട് 2a² - 1 ആയിരിക്കും നേരത്തെ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. അവിടെ നമുക്ക് വേണ്ടത് ഏതാ? y² = 3x - 1 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? യെസ്, √3x - 1 എന്ന് ടൈപ്പ് ചെയ്യണം. സ്ക്വയർ റൂട്ട് അങ്ങനെ ടൈപ്പ് ചെയ്യുക. SQRT ബ്രാക്കറ്റ് കൊടുക്കണം. SQRT ബ്രാക്കറ്റ് 3x - 1. ഓക്കെ, SQRT ബ്രാക്കറ്റ് കൊടുത്തിട്ട് 3x - 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അന്നേരം എനിക്ക് ആരുടെ ഗ്രാഫ് കിട്ടി? √3x - 1ന്റെ ഗ്രാഫ് കിട്ടി. y² എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ താഴേക്കും വരും. അപ്പോൾ അത് ഫംഗ്ഷനായിട്ട് വരില്ല. അതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് എടുത്ത് മുകളിലുള്ള ഫംഗ്ഷനാക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ y = √3x - 1 എന്നുള്ള കർവ് ഞാൻ എടുത്തു. ഇനി വേണ്ടത് x = 1 മുതൽ x = 4 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ ആണല്ലോ. ഇവിടെ x = 1 മുതൽ x = 2 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ ഉള്ളത് അല്ലെ. 1 to 4ലേക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? യെസ്, ഇതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നേരത്തെ പറഞ്ഞത്? ഏരിയ റീജിയൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഏരിയ റീജിയൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരും 1 ഉം 2 ഒക്കെ വരും. നമുക്ക് 1 4 അല്ലേ വേണ്ടത്? 1 അവിടെ നിന്നോട്ടെ, 2 അങ്ങ് മാറ്റിയിട്ട് അവിടെ 4 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു, ആൻസർ കിട്ടുന്നു. a = 7.479. ഇതാണ് റിക്വയർഡ് ഏരിയ എന്ന് പറയും. എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗത്തിന്റെ മാത്രം ഏരിയ മതി. അപ്പോൾ ആൻസർ a = 7.479. ഓക്കെ, ഇതിന്റെ താഴെയുള്ള ഭാഗത്തിന്റെ ഏരിയ കൂടെ വേണമെങ്കിലോ ഇതേപോലെ ഒരു ഏരിയ താഴേക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ തന്നെയാണ് അടുത്ത ചോദ്യം. y² = 2x + 3 അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്താ വേണ്ടത്? സ്ക്വയർ റൂട്ട് ഓഫ് 2x + 3 അല്ലേ. മൈനസ് മാറ്റി പ്ലസ് ആക്കുന്നു, +3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 1 മാറ്റി 3 ആക്കുന്നു. ഓക്കെ, ഏത് മുതൽ ഏത് വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ വേണം? 0 മുതൽ 2. ആരെ എഡിറ്റ് ചെയ്യണം? ലോവർ അപ്പർ ലിമിറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 0 മുതൽ 1 മാറ്റിയിട്ട് 0 ആക്കുന്നു. 0 മുതൽ 2 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയയാണ് വേണ്ടത്. 4 മാറ്റിയിട്ട് 2 ആക്കുന്നു. ഓക്കെ, ആൻസർ 4.441. അടുത്ത ക്വസ്റ്റ്യൻ 1 to 3 ആണ് വേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് 5x + 2 ആണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5x + 2 എന്ന് കൊടുക്കുന്നു. 5x + 2 5x + 2 എൻ്റർ ചെയ്യുന്നു. 1 to 3 ആണ് വേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 0 മാറ്റിയിട്ട് 1 ആക്കുന്നു. ദെൻ 2 മാറ്റിയിട്ട് 3 ആക്കുന്നു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഏരിയ 6.876. ഓക്കെ, 3 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തു. നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ മാത്രം ചെയ്താൽ മതിയാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആൻസർ ചെയ്യേണ്ട രൂപം വേണം അല്ലേ. ശരി, ഒന്നുമില്ല, ഇതേപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ: എഡിറ്റ് ദി ഫംഗ്ഷൻ ഇൻ ഇൻപുട്ട് ബോക്സ് ടു y = √3x - 1.
സെറ്റ് ലോവർ ലിമിറ്റ് ആസ് 1 ആൻഡ് അപ്പർ ലിമിറ്റ് ആസ് 4. ഓക്കെ, ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് 4 വെക്കുക. അന്നേരം ഏരിയ ഓഫ് ദി ബൗണ്ടറി റീജിയൻ ഈക്വൽ 7.479. ഓക്കെ, ഇവിടെ മെത്തേഡൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വിശദമായിട്ട് എഴുതേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഏരിയ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം എഴുതി വെച്ചാൽ മതി. ചില സമയങ്ങളിൽ റൈറ്റ് ദി മെത്തേഡ് എന്ന് ചോദിക്കും, അന്നേരം ഇതാണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളാണെങ്കിൽ ഇതേപോലെയാണ് ആൻസർ എഴുതേണ്ടത്. ഒരു മാറ്റവുമില്ല. ഫംഗ്ഷനും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ കൃത്യമായിട്ട് എഴുതുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മെത്തേഡ് എഴുതാൻ പറഞ്ഞാൽ മാത്രമേ ഇത് എഴുതേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ബ്ലൂ കളറുള്ളത് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ സിയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ സി എന്താ? ഇതേ അപ്ലറ്റ് ഉപയോഗിച്ചിട്ട് x²-1 എക്സ് ആക്സിസ് x=-2 x=2 ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെത്തേഡ് കൂടി എഴുതണം. ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് അറിയാം. ഓക്കെ, x²-1 ഒക്കെ ഫംഗ്ഷനാണ്, y=f(x) ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് അതിൻ്റെ കർവുകളൊന്ന് വരച്ചു നോക്കാം. ക്വസ്റ്റ്യൻ സി ഇതായിരുന്നു നമ്മുടെ ആപ്ലറ്റിൻ്റെ അവസാനത്തെ രൂപം എന്ന് പറയുന്നത്. ഇവിടെ വേണ്ടത് s²-1 എന്നുള്ള കർവാണ്. ഓക്കെ, അപ്പം ഞാൻ നിലവിലുള്ള ഫംഗ്ഷനെ മാറ്റുന്നു. എന്നിട്ട് s²-1 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കുന്നു. ഓക്കെ, ഇതാണ് s²-1 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഏത് മുതൽ ഏത് വരെയാണ് വേണ്ടത്? -2 മുതൽ 2 വരെ അല്ലേ? ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 1ന് പകരം എന്ത് കൊടുക്കുന്നു? -2 എന്ന് കൊടുക്കുന്നു. 3ക്ക് പകരം എന്ത് കൊടുക്കുന്നു? 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ആൻസർ കിട്ടുന്നത്. ഈ ആൻസർ കറക്റ്റ് ആണോ? അല്ല. എന്തുകൊണ്ട് കറക്റ്റ് അല്ല? ഇതിൻ്റെ മുകൾ ഭാഗം പോസിറ്റീവ് ഏരിയയാണ് കിട്ടുക, താഴ്ഭാഗം നെഗറ്റീവ് ഏരിയയാണ് കിട്ടുക. മൊത്തം ഏരിയ എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്തതായിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പല വാല്യൂസും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കാണുക, ശേഷം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കാണുക, പിന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഏരിയ കാണുക, എന്നിട്ട് മൊത്തം ഏരിയ ആഡ് ചെയ്യാം. ഇതാണ് ഒരു മാർഗം. ആ മാർഗത്തിനേക്കാൾ എളുപ്പമുള്ള മാർഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ താഴ്ഭാഗത്ത് അങ്ങ് മുകളിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. ഈ താഴെ എക്സാക്സിന്റെ താഴേക്ക് വന്ന ഭാഗത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ? അതിനുള്ള മാർഗം എന്താ? താഴെയുള്ള എക്സാക്സിന്റെ താഴെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം എന്താ? യെസ്, s²-1 എന്ത് കൊടുത്താൽ മതി മക്കളെ? അബ്സല്യൂട്ട് വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ABS എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തിട്ട്, കൊടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴേക്ക് വന്ന ഭാഗം ഇങ്ങോട്ട് വരും, മുകളിലേക്ക് വരും. ഓക്കെ, ഏരിയയിലേ കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഉള്ള അതേ ഏരിയയാണ് ഇപ്പോഴും കിട്ടിയത്. അപ്പോൾ താഴെയുള്ള ഭാഗം കൂടെ മുകളിലേക്ക് വന്നപ്പം കറക്റ്റ് ഏരിയ വന്നു. A എത്രയാ? 4. അപ്പോൾ x-ആക്സിന്റെ താഴേക്ക് വരുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആൻസർ എത്ര? A 4. ഓക്കെ, ഈ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ 2s²-1. 2s²-1 ആകുമ്പോൾ എനിക്കിവിടെ ചെയ്യേണ്ട കാര്യം s²-1 2s²-1 ആക്കിയാൽ മാത്രം മതി. ഏരിയ എന്താ വന്നത്? 8.552 അല്ലേ? 3s²-1 ആകുമ്പോഴോ -1 മുതൽ 1 വരെയാണ് അല്ലേ? -1 മുതൽ 1 വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? -1 റീ എഡിറ്റ് ചെയ്യണം. സോറി. ഓക്കെ, -1 1. ഓക്കെ, വളരെ ഈസിയാണ് ഈ ലാബ്. ഓക്കെ അല്ലേ? -1 മുതൽ 1 വരെ 1.219. റെഡി. ഇനി അടുത്തത് 3x²-1 ആണ്. 3x²-1 നമ്മൾ ചെയ്യേണ്ടത് ഏത് മുതൽ ഏത് വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ ആണ്? യെസ്, -2 to 2 ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എക്ക് പകരം എന്ത് കൊടുക്കുന്നു? -2 എന്ന് കൊടുക്കുന്നു. ദെൻ 1ന് പകരം 2 എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു. 13.54 എന്ന ആൻസർ കിട്ടുന്നു. നിങ്ങളിത് മൂന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളോട് ചോദിച്ച ആൻസർ, ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം ചെയ്താൽ മതി. ഏത് ചോദിച്ചാലും ചെയ്യേണ്ട രൂപം മനസ്സിലായല്ലോ. ആദ്യം ചെയ്യേണ്ടത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലോവർ ലിമിറ്റ് -2 അപ്പർ ലിമിറ്റ് 2 എന്ന് കൊടുക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. വെരി വെരി ഈസി. ഓക്കെ, ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എഡിറ്റ് ദി ഫംഗ്ഷൻ ഇൻ ഇൻപുട്ട് ബോക്സ് ടു mod x²-1 എന്ന് എഴുതണം. അതായത് എന്ത് ചെയ്തു എന്ന് നമ്മൾ എഴുതണം, മെത്തേഡ് എഴുതാൻ പറഞ്ഞതുകൊണ്ട്. ശേഷം ലോവർ ലിമിറ്റിനെ -2 ആക്കണം, അപ്പർ ലിമിറ്റിനെ 2 ആക്കണം. ഓക്കെ, ശേഷം ഏരിയ ഓഫ് ദി ബൗണ്ടറി റീജിയൻ എത്രയാണെന്ന് എഴുതണം. ഇത്ര മാത്രം എഴുതിയാൽ മതി, അല്ലാതെ ഒരുപാട് വിശദമായിട്ട് എഴുതേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ശൈലി, ആൻസർ എഴുതുന്ന ശൈലി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകേണ്ടത്. ഓക്കെ, 2ൻ്റെയും 3ൻ്റെയും ആൻസർ എഴുതുന്ന രൂപം നോക്കിക്കോളൂ. നേരത്തെ അതേ ചോദ്യത്തിന് ആൻസർ എഴുതിയ പോലെ തന്നെയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വന്തമായിട്ട് ലാപ്പുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കണം. ഇനി അതില്ലാത്തവർ ആൻസർ എഴുതുന്ന രൂപമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ D.
നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ചോദ്യം അല്ലെ, തിയറി പാർട്ടിലൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എലിപ്സിൻ്റെ ഏരിയ കാണുക എന്നുള്ളത്. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ആദ്യം ചെയ്യാം. തന്നിരിക്കുന്ന എലിപ്സ് ആരാണോ? x² + 9 y² = 1. ഇതല്ലേ എലിപ്സ്? ഈ എലിപ്സ് എങ്ങനെ ഇരിക്കും? യെസ്, മേജർ ആക്സിസിൽ 3-ലായിരിക്കും മീറ്റ് ചെയ്യുക അല്ലേ, മൈനർ ആക്സിസിലോ 2-ലായിരിക്കും മീറ്റ് ചെയ്യുക. എക്സിലേക്കായിരിക്കും കൂടുതൽ. ഇതിൻ്റെ തിയറി നമുക്ക് നന്നായിട്ട് അറിയുന്നത് എപ്പോഴും നല്ലതാണ് അല്ലേ. ഈ എലിപ്സ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള എലിപ്സിൻ്റെ ചിത്രം ഇങ്ങനെയാണ് വരിക. മേജർ ആക്സിസിൽ -3 ആയിരിക്കും, മൈനർ ആക്സിസ് -2 ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതിനി? ഇനി നമ്മളെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻപുട്ട് ബോക്സ് ഉണ്ടല്ലേ, അവിടെ നമ്മളിത് ടൈപ്പ് ചെയ്യണം. എന്ത് ടൈപ്പ് ചെയ്യും? ഇവിടെ x² + 9 + y² = 1 ടൈപ്പ് ചെയ്ത് അവിടെ കിട്ടുമോ? കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? y = f(x) എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ കിട്ടൂ. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ y ആരാന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മൾക്ക് പരിചയമുള്ളതാണ്, നമ്മൾ തിയറി പാർട്ടിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ y ആരാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ x² + 9 + y² = 1 ആണല്ലോ ഈ എലിപ്സ്. y²/4 ആര് വരും? 1 - പറഞ്ഞോളൂ, 1 - s²/9 അല്ലേ. ആ y² ഇതിനൊന്ന് എങ്ങനെ എഴുതാം? 9 - s²/9 എന്ന് എഴുതാം. y² = 4 അങ്ങോട്ട് പോകുമ്പോൾ 4/9 × 9 - s² എന്ന് എഴുതാം. അതിൽ നിന്ന് y ആരാന്ന് കിട്ടുമല്ലോ. y = എന്താ കിട്ടുക? 2/3 × √9 - s². ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കണം. ആരാണ് സത്യത്തിൽ y എന്ന് പറയുന്നത്? ഈ s²/9 + y²/4 = 1 എന്ന് പറയുന്നത് മൊത്തം എലിപ്സ് അല്ലേ. അതിൽ y എന്ന് മാത്രം പറഞ്ഞാൽ അത് ആരായിരിക്കും വരിക? യെസ്, ഈ മുകൾ ഭാഗം, നേരത്തെ എലിപ്സിന്റെ മുകൾ ഭാഗമായിരിക്കും നമ്മുടെ y = 2/3 × √9 - s² എന്ന് വരിക. ഈ മുകൾ ഭാഗം മാത്രം കിട്ടുമ്പം അതെന്തായിരിക്കും? അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കും. അന്നേരം നമുക്കത് ഇൻപുട്ട് ബോക്സിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാം. ശരി, നമ്മൾ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമ്മുടെ നേരത്തെ അവസ്ഥ ഈ രൂപത്തിലാണുള്ളത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യണം അല്ലേ. ഏത് ഫംഗ്ഷനാണ് ടൈപ്പ് ചെയ്യുക? നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റില്ല? x² + 9 + y² = 1 ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? യെസ്, y = 2/3 × √9 - s² എന്ന് മാറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി പാർട്ടിൽ y = b/a × s² - s², b/a × s² - s² എന്നുള്ള രൂപത്തിലാണ് അവിടെ വരിക. അപ്പം ഞാൻ ആ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണ്. 2/3 ആണ് എനിക്ക് ആദ്യം വേണ്ടത് അല്ലേ. 2/3 പിന്നെ √(sqrt) പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്താ വേണ്ടത്? ബ്രാക്കറ്റിനകത്ത് വേണ്ടത് 9 - s² എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ 9 - s² എന്ന് ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് ചെയ്യാൻ പോവാണ്. 9 - x². ഓക്കെ, അത്രയും ടൈപ്പ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എലിപ്സിന്റെ അപ്പർ പാർട്ട് കിട്ടും. ഇനി ഏത് മുതൽ ഏത് വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ കാണാൻ നിങ്ങൾ പറ. -3 മുതൽ 3 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ കണ്ടാലല്ലേ ഇത് മുകൾ ഭാഗം മൊത്തം കിട്ടുള്ളൂ. എഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക്. എവിടെ? റീജിയൻ, ഏരിയ റീജിയൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് -3 മുതൽ 3 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ -3 മുതൽ 3 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 9.425 ആണ്. ഇത് അപ്പർ പാർട്ടിന്റെ ഏരിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എലിപ്സിന്റെ ഏരിയ അപ്പർ പാർട്ട് മാത്രമല്ലല്ലോ, ലോവർ പാർട്ട് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ 2 കൊണ്ട് 9.425 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ എലിപ്സിന്റെ ഏരിയ കിട്ടും. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചെയ്യേണ്ടതുണ്ടോ? ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. എന്തായിരിക്കും ഇവിടെ വേണ്ടത്? 2/3 എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ b/a എന്ന് പറയുമ്പോൾ 5/4 എന്നാണ് വരിക അല്ലേ. 2/3 മാറ്റിയിട്ട് b/a എന്ന് പറയുമ്പോൾ 5/4 എന്ന് വരും. 5/4 √(s² - s² ആണല്ലോ. a² അവിടെ എന്താ മക്കളെ? a² 16 അല്ലേ. a² ഫസ്റ്റ് ടൈം 16 അല്ലേ. അപ്പോൾ ഞാൻ അവിടെ 16 എന്ന് കൊടുത്തു. അപ്പോൾ ആ എലിപ്സ് എനിക്ക് കിട്ടി. ഓക്കെ, ഈ എലിപ്സ് കിട്ടുന്നു. ഇവിടെ ഏത് മുതൽ ഏത് വരെ വേണം? 16ന്റെ നെഗറ്റീവ് മുതൽ പോസിറ്റീവ് വരെ. -4 മുതൽ നോക്കൂ നിങ്ങൾ, -4 മുതൽ 4 വരെയാണ് വേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. -4 മുതൽ 4 വരെ എന്ന് ഞാൻ മാറ്റുന്നു. -4 മുതൽ 4 മുതൽ വരെ എന്ന് ഞാൻ മാറ്റുന്നു. അപ്പോൾ ഏരിയ കിട്ടുന്നു 31.416. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റെഡിയാണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി കേട്ടോ, ഞാൻ ആവർത്തിക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ b/a എന്ന് പറയുമ്പോൾ 4/6 അല്ലേ. യെസ്, 4/6 ആണ് അല്ലേ. ഞാൻ b/a എന്ന് പറയുന്നത് 4/6 ആണ്. ഞാൻ മാറ്റുകയാണ് കേട്ടോ.
5 മാറ്റി 4 ആക്കി. 4/6 എന്ന് മാറ്റി കൊടുത്തു. ശരി, ഇനി s² - s², s² 36 അല്ലേ? അപ്പോൾ ഇവിടെ 16 മാറ്റിയിട്ട് 36 ആക്കി മാറ്റി. 36 - x². എൻ്റർ ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ എലിപ്സ് കിട്ടുന്നു. ഏത് മുതൽ ഏത് വരെ വേണം? -6 മുതൽ 6 വരെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ -4 ആണ് ഉള്ളത്. അതിനെന്താക്കി മാറ്റുന്നു? -6 മുതൽ 6 വരെ എന്നാക്കി മാറ്റുന്നു. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. 37.699 എന്ന് കിട്ടുന്നു. ഇത് മുകൾ ഭാഗത്തിൻ്റെ ഏരിയയാണ്. മൊത്തം ഏരിയ കിട്ടാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഈ കാര്യങ്ങൾ നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ആൻസർ അവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. എങ്ങനെ ആൻസർ എഴുതും നമ്മൾ? ഇതാ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ s²/9 + y²/4 = 1 ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫംഗ്ഷൻ 2/3 × √9 - s² ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തു. ലോവർ ലിമിറ്റ് -3, അപ്പർ ലിമിറ്റ് 3 ആയിട്ട് സെറ്റ് ചെയ്തു. മുകൾ ഭാഗത്തിൻ്റെ ഏരിയ 9.425 ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.85 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ അല്ലേ? ഇനി ഇത് മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി 2, 3 നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ ആൻസർ എഴുതുക? ഇപ്പം എഴുതിയ പോലെ തന്നെ എഴുതിയാൽ മതി. ഞാൻ വിശദീകരിക്കുന്നില്ല. 2ൻ്റെ ആൻസർ ഇതാ, 3ൻ്റെ ആൻസർ ഇതാ. നിങ്ങൾ ലാപ്ടോപ്പിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, വെരി ഈസി അല്ലേ? വെരി വെരി ഈസിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ലാബ്. അപ്പോൾ ലാബ് 34 ഇവിടെ അവസാനിക്കുകയാണ്. 2024 എല്ലാ ചോദ്യങ്ങളും വളരെ വിശദമായിട്ട് ആൻസർ എഴുതേണ്ട ശൈലിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പബ്ലിക് എക്സാം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എഴുതി നിങ്ങൾക്ക് ലാബ് റൂമിൽ നിന്നും പുറത്തു വരാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഓൾ.